ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ടു കീർത്തന സുബ്രഹ്മണ്യൻ ഇൻ വണ്ടർലാൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും അമ്മയച്ഛനും കൂടിയും സൺഡേ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ച് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിയിലാണ് പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഫ്രണ്ട്സ്, കുറേ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ശോഭ സിറ്റി പോകുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് കുറേ പ്രശ്നം, എന്നാലും വീണ്ടും പോകുന്ന ഒരു ആഗ്രഹം ഫ്രണ്ട്സ്. അങ്ങനെ അമ്മ ഇതുവരെ കണ്ടിട്ടാണ് ഫ്രണ്ട്സ് ശോഭ സിറ്റി. അമ്മ പോയിട്ടില്ല ശോഭ സിറ്റിയിൽ, ഞാൻ അച്ഛനും പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അമ്മയ്ക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം ശോഭ സിറ്റി. പിന്നെ സൺഡേ ആയതുകൊണ്ടൊന്ന് കറങ്ങും വേണം. സാധാരണ ഞങ്ങൾ ശനിയാഴ്ചയാണ് പോകാറുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ സൺഡേ അവധിയാണല്ലോ. പക്ഷേ ഇന്ന് സൺഡേ ആണ്. ജസ്റ്റ് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഫ്രണ്ട്സ് സൺഡേ പോകുന്നത്. തിങ്കളാഴ്ച സ്കൂളുണ്ടെന്നാലും പോകാമെന്ന് വെച്ചു ഫ്രണ്ട്സ്. അങ്ങനെ വൈകുന്നേരമാണ് പോകുന്നത്. ഞങ്ങൾ സാധാരണ സ്ഥലത്തേക്ക് കൂടുതലും രാവിലെയാണ് പോകാറ്. എന്നാലും ഇപ്പോൾ പ്രാവശ്യം ചേഞ്ച് ആക്കി വൈകുന്നേരം പോകുന്നു വെച്ചു. പിന്നെ വൈകുന്നേരമാണ് പക്ഷേ കാണാൻ ഭംഗി. ശോഭ സിറ്റിക്ക് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടാവല്ലോ ഫ്രണ്ട്സ്. എപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ ശോഭ സിറ്റിയിൽ എത്തി ഞങ്ങൾ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോകുന്നത് ജയനങ്ങൾ എന്ന ജയൻ എന്ന് പറഞ്ഞ അങ്ങളുടെ വണ്ടിയിലാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി ശോഭ സിറ്റിയുടെ ആ ഗാർഡൻ ഫ്രണ്ട്സ്. മുൻപത്തെ പ്രാവശ്യം ഞാൻ അച്ഛൻ വന്നപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ്, എന്താണ് ബസ്സിലാണ് വന്നത് ഫ്രണ്ട്സ്. അങ്ങനെ ശോഭ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ ശോഭ സിറ്റി എടുത്ത സ്ഥലത്ത് തന്നെയാണ് സ്റ്റോപ്പ് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ അവിടെ നടന്നാണ് ചെയ്തിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ അത്ര കറക്റ്റ് സ്ഥലം പറയണ്ടായിരുന്നില്ല, എങ്ങനെയാണ് നടക്കേണ്ടത്, ഏത് വഴിയാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി അവിടെ എത്തിയിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വണ്ടിയിലാണ് വന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2-3 ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ വണ്ടിയിലാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഈ മാൻഷനൊക്കെ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ശോഭ സിറ്റിയുടെ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും കാണിച്ചു തരാമെന്ന് വെച്ചു ഫ്രണ്ട്സ് ഫുള്ളായിട്ട്. അപ്പോൾ ഇവിടെ ഫുൾ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. ഇത് കൂടെ നടക്കാൻ നല്ല രസമാണ്. ജസ്റ്റ് വണ്ടി കൂടെ പോയപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ അന്ന് ഞാൻ ശോഭ സിറ്റി പോയപ്പോൾ അധികം നിർത്തില്ല കേട്ടോ ഫ്രണ്ട്സ്. ജസ്റ്റ് ഒന്ന് ഷോർട്സ് അങ്ങനെ 2-3 വീഡിയോ ചെറിയ എടുത്തുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഫുൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ തൊട്ടടുത്ത് നല്ല എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ട്, പിന്നെയാണ് കുറേ ചെടികളും എല്ലാം ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാറുണ്ട് ഫ്രണ്ട്സ് എല്ലാം. ഓരോ ഭാഗം ഫുള്ളായിട്ട് കാണിച്ചു തരാനാണ് ഫ്രണ്ട്സ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് ഇതൊക്കെ കാണിച്ചു തരാൻ നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഫ്രണ്ട്സ് തൊട്ട് മുമ്പ് നിൽക്കണതാണ് ഫ്രണ്ട്സ്. കുറേ വണ്ടികളുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ബാക്കിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ശോഭ സിറ്റി എത്തി ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലം നോക്കുകയാണ് ഫ്രണ്ട്സ്. ജസ്റ്റ് കുറേ വണ്ടികളുണ്ട്, ഞങ്ങൾ നോക്കിയിട്ടാണ് പാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ ദാ ഫ്രണ്ട്സ് ശോഭ സിറ്റിയിൽ എത്തി. എഴുതി കാണിക്കുന്നൊരു ശോഭ നമുക്ക്. അപ്പോൾ നല്ല തിരക്കുണ്ട് ഫ്രണ്ട്സ്. കുറേ ആൾക്കാരുണ്ട് ഫ്രണ്ട്സ്. വൈകുന്നേരം കൂടി ആയപ്പോൾ പിന്നെ ഞായറാഴ്ച കൂടിയാണ്, വൈകുന്നേരമാണ്, കുറേ ആൾക്കാരും ഉണ്ട്. ശോഭ സിറ്റി അല്ലെങ്കിൽ നല്ല തിരക്കുണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും സ്ഥലത്ത് നിർത്താമെന്ന് വെച്ചാണ് ഫ്രണ്ട്സ്. അതിന് തൊട്ട് മുമ്പാണ് നിർത്തിയത് ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഇറങ്ങി ഫ്രണ്ട്സ്. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെറുതായിട്ട്. പെട്ടെന്ന് ഞങ്ങൾ വന്നു, ഉള്ളിൽ കയറി ഫ്രണ്ട്സ്. അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ചെക്കിങ് എപ്പോഴും ഉണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊന്നും വാങ്ങിക്കണമെന്നില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കണം, പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങണം. അതാണ് മെയിനായിട്ട് ഫ്രണ്ട്സ്. ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വെച്ചു. എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ പോകണം ഫ്രണ്ട്സ്. സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും പോകണം, സാധനങ്ങൾ വാങ്ങിക്കണം. അല്ലാണ്ട് മീൻസ് വേറെ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആദ്യം വാങ്ങിക്കണം എന്ന് വെച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ ഫ്രണ്ട്സ്, പിന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫ്രണ്ട്സ് വാച്ച് കടയൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. കുറേ വാച്ചും ക്ലോക്കൊക്കെ ഉണ്ട്. ഡ്രസ്സ് കടയാണ് ഫ്രണ്ട്സ് ആദ്യം കണ്ടത്. പിന്നെ വാച്ച് കട, ക്ലോക്ക് കട ഫ്രണ്ട്സ്. നല്ല ഡ്രസ്സുണ്ട് ഫ്രണ്ട്സ്, കാണാൻ നല്ല ഭംഗിയുള്ള വാച്ചും ക്ലോക്കൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ക്ലോക്ക് അത്യാവശ്യം നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ബുക്ക് ഉണ്ട് ഫ്രണ്ട്സ്. മുൻപത്തെ വർഷം വന്നപ്പോൾ കാട്ടും മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് വലിയൊരു ക്ലോക്കാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ സാധാരണ നമ്മുടെ ഇവിടെ ഉള്ള പോലത്തെ ക്ലോക്ക് ഫ്രണ്ട്സ്. തൊട്ടപ്പുറത്ത് തന്നെ വാച്ച് കടയുണ്ട് ഫ്രണ്ട്സ്. കുറേ വാച്ചിൻ്റെ കിട്ടും, നല്ല രസമുണ്ട് കാണാൻ. അത് എനിക്ക് നല്ല ഇഷ്ടമാണ്, കാണുമ്പോൾ നല്ല രസമുണ്ട്. വാങ്ങിക്കുന്നതാക്കും ഫ്രണ്ട്സ്, പിന്നെ വാങ്ങിക്കുന്നത് വെച്ചു. പിന്നെ ഇവിടെ കുറേ ബുക്കുണ്ട് ഫ്രണ്ട്സ്. കുറേ ആൾക്കാർ ബുക്ക് വായിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ മുൻപത്തെ വർഷം വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ബുക്ക് നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ പുതിയത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട്സ്. കുറേ ബുക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും കുറേ വാച്ച് ഫ്രണ്ട്സ്. കുറേ ആൾക്കാർ ബുക്ക് നോക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. കുറേ ബുക്കുണ്ട് ഫ്രണ്ട്സ്. അത്യാവശ്യം വലിയ വലിയ ആൾക്കാർ വായിക്കുന്ന ബുക്ക്സ് ഉണ്ട് ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ വലിയ വലിയ നോവലിസ്റ്റിൻ്റെ ബുക്സൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് തൊട്ടപ്പുറത്ത് കണ്ണാട കടയുണ്ട് ഫ്രണ്ട്സ്. വീണ്ടും ഡ്രസ്സ് കട ഫ്രണ്ട്സ്. ഇവിടെ സെയിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എല്ലായിടത്തും സെയിലാകുമ്പോൾ പിന്നെ പോകണം, കൂടുതൽ താല്പര്യവും വരും ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഫ്രണ്ട്സ്. ഇത് സ്യൂട്ട് കേസിൻ്റെ കടയാണ് ഫ്രണ്ട്സ്. നല്ല രസമുണ്ട് കാണാൻ. സ്യൂട്ട് കേസസ് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കണത്, ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് വെച്ച് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ വേറെ കുറേ കടകളുണ്ട് ഫ്രണ്ട്സ്. 2 ആൾക്കാർ പോകുന്നുണ്ട് ഫ്രണ്ടിൽ. അത് നമ്മുടെ ഇവിടുത്തെ ശോഭ സിറ്റിയിലത്തെ സോൾസ് ഗേളാ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. സെയിൽസ് ഗേളാന്ന് എനിക്കറിയില്ല. സെയിം ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ കുറേ ആൾക്കാർ എസ്കുലേറ്ററിൽ പോകുന്നത്, ഞങ്ങൾ എസ്കുലേറ്ററിലല്ല പോകുന്നത് ഫ്രണ്ട്സ്. അത് വീണ്ടും ഡ്രസ്സ് കട. ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് കടയാണ് തോന്നുന്നുള്ളത്. പിന്നെ സുഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. സുഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങനെ പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നു ഫ്രണ്ട്സ്. ഇവിടെ മസാജ് ചെയർ ഉണ്ട് കേട്ടോ. മസാജ് ചെയർ പിന്നെ ആർക്കാണ് ഇഷ്ടമാകുന്നത്, നല്ല ഡ്രസ്സുണ്ട് കാണാൻ, ഇരിക്കണം എന്നൊക്കെ ഉണ്ട്.
പിന്നെ ഇരിക്കാമെന്ന് വെച്ചു ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ പോകുമെന്ന് വെച്ചു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റാണ് നോക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത് തെറ്റെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, മുൻപത്തെ പ്രാവശ്യം വന്നപ്പോൾ എനിക്കറിയായിരുന്നു അടിയിലാണെന്ന് ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ തെറ്റി ഫ്രണ്ട്സ്. ഇത് ഫ്രണ്ട്സ് വേറൊരു കടയുണ്ട്, ഡ്രസ്സിൻ്റെ കട ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് മുകളിൽ വന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ട് ഫ്രണ്ട്സ്, ലിഫ്റ്റിൽ കൂടെ മുകളിലേക്ക് പോകാനുള്ള കാര്യം ചെയ്യാറുണ്ട് ഫ്രണ്ട്സ്. എന്താ ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ട് ഫ്രണ്ട്സ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അടിയിൽ തന്നെയായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അടിയിൽ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി വീണ്ടും 2-3 സ്റ്റെപ്പ് വന്നു. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും അടിയിൽ പോയത് ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് മനസ്സിലായി അടിയിലാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ പിന്നെ വിചാരിച്ചു മുകളിൽ ഇറങ്ങിയിട്ട് അടിയിൽ പോകുമെന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്ന വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ കുട്ടികൾ കളിക്കുന്നതാണെന്ന് ഞാൻ ജസ്റ്റ് നോക്കി, നല്ല രസമുണ്ട്. ബസ്സും കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിലേക്കൊക്കെ വന്നു. ലിഫ്റ്റിലുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ലിഫ്റ്റിൽ കൂടെ വന്നു. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു. ഇത് ഫസ്റ്റ് ഫ്ലോറാണ് ഫ്രണ്ട്സ്. അവിടെയും കുറേ കടകളുണ്ട്. അത്യാവശ്യം നല്ലപോലെ കടകളുണ്ട് ഫ്രണ്ട്സ്. എന്താണ് സെലൂണും പിന്നെന്താണ് കുറേ ടൈപ്പ് കടകളുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെന്താണ് ഇവിടെ ട്രെൻഡ്സ് ഉണ്ട്, ട്രെൻഡിങ്സ് ഉണ്ട്. സോറി, ട്രെൻഡ്സ് അല്ല, ട്രെൻഡിങ്സ്. പിന്നെന്താണ് പേരാണ് ഫ്രണ്ട്സ്. പിന്നെ ബുക്ക് കടയും പിന്നെ ഡ്രസ്സസും ഫ്രണ്ട്സ്. കുറേ ആൾക്കാർ എസ്കലേറ്ററിൽ പോകുന്നുണ്ട്. എസ്കലേറ്ററിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭംഗി കൊടുത്ത് ഫ്രണ്ട്സ്. ഇവിടെ ഓരോ ലിഫ്റ്റിൻ്റെ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാമല്ലോ ഫ്രണ്ട്സ്. ഇത് മാമാർത്തിൻ്റെ കടയാണ് ഫ്രണ്ട്സ്. ഇവിടെ ഞങ്ങൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നല്ല രസമുണ്ട്. ഇവിടെ നിന്നിട്ട് ഫോട്ടോ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞങ്ങളും ജസ്റ്റ് ഫോട്ടോ എടുത്തു. ഇത് മാമാർത്തിൻ്റെ ഒരു കടയാണ് ഫ്രണ്ട്സ്. ഇത് ഫാഷൻ ട്രെൻഡ്സ് ആണ്. അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് സെയിൽസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഷൂസ് കടയും അതിൻ്റെ അപ്പുറത്ത് ഡ്രസ്സ് കടയും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റാണ് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഫസ്റ്റ് അടിയിലത്തെ ഫ്ലോർ തന്നെയായിരുന്നു. ഞങ്ങൾ മുകളിലെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ വന്നു. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ വന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അല്ലാതിന് ശേഷം സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അടി വന്നത്. അങ്ങനെ എന്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് ഞങ്ങൾ വീണ്ടും ലിഫ്റ്റ് കയറാമെന്ന് വെച്ചിട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോകുമെന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. കാരണം വിശക്കുന്നുണ്ട്. കുറേ അങ്ങോട്ട് നടന്നല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ലിഫ്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. സ്ഥലങ്ങളുടെ ബാഗ് കടയും ഫ്രണ്ട്സ്. ഇതൊരു ബാഗ് കട ഫ്രണ്ട്സ്. അത്യാവശ്യം നല്ല രസമുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അവിടെ സെയിലുണ്ട് ഫ്രണ്ട്സ്. സെയിൽ എവിടെയുണ്ട് 70% സെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ് ഫ്രണ്ട്സ്. വേറെ ഡ്രസ്സ് കട ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും ഡ്രസ്സ് കട അടുത്തടുത്തായിട്ട് ഫ്രണ്ട്സ്. ഡ്രസ്സ് കട വന്നത് ഫ്രണ്ട്സ്. ഞങ്ങൾ ലിഫ്റ്റിൽ ഞങ്ങൾ കയറാൻ പോകുന്നു ഫ്രണ്ട്സ്. കുറേ ആൾക്കാരുണ്ട്. നല്ല ലിഫ്റ്റ് കയറി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നു ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് സെക്കൻഡ് ഫ്ലോറിൽ അത്യാവശ്യം നല്ലപോലെ തുറക്കുന്ന ബാഗ് കടയും പിന്നെ ഇവിടെ ടോയ്സ് കടയുണ്ട് ഫ്രണ്ട്സ്. പിന്നെന്താണ് വേറെ അത്യാവശ്യം നല്ല പോലെ അടിപൊളി കടേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ ഇതുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഗെയിം സെൻറ്റർ ഉണ്ട് ഫ്രണ്ട്സ്. ഗെയിംസ് കളിക്കുന്ന സ്ഥലമാണ് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരാളിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അത് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഫ്രണ്ട്സ് എന്താണ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫ്രണ്ട്സ്. കാരണം വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുല്ലോ. അപ്പോൾ തന്നെ വിശന്നു ഫ്രണ്ട്സ്. അങ്ങോട്ട് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ വന്നു. പിന്നെ അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോർ വന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റും നടന്ന് വട്ടം ഇറങ്ങിയതുകൊണ്ട് പിന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഫ്രണ്ട്സ്. എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫുള്ളായിട്ട് എന്താണ് അപ്പോൾ ഞങ്ങൾ ഇതാണ് ഫ്രണ്ട്സ് ഗെയിം സെൻറ്റർ. ഞാൻ നടന്നു വരുന്നത് ഗെയിം സെൻറ്ററിലേക്കാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വീണ്ടും മസാജ് ചെയറുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അവിടെ കാണുമ്പോൾ ഇരിക്കണം എന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഇരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഗെയിം സെൻറ്ററും കണ്ടു. ഗെയിം സെൻറ്ററിൽ കളിക്കുന്നതൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ കളിക്കാമെന്ന് വെച്ചു. അന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു ഫ്രണ്ട്സ്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കണം. അവിടെ നല്ല വൈബായിരുന്നു ഫ്രണ്ട്സ്. കുറേ ആൾക്കാരിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നല്ല സന്തോഷത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അവിടെ ആണ് നല്ല ശബ്ദവും നല്ല രസവും ഉണ്ടായിരുന്നു. അവിടെ എന്താ പറയുക പാർട്ടി നടത്തും ഒരിടത്ത്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് വന്നു ഫ്രണ്ട്സ്. ഞങ്ങൾ സ്ഥലം കിട്ടിയിട്ട് ഫ്രണ്ട്സ്. ഫുഡ് കോർട്ടിൽ സ്ഥലം കിട്ടി ഫ്രണ്ട്സ്. ആദ്യം ഫസ്റ്റ് ടൈം വന്നപ്പോൾ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയിട്ട് ഫ്രണ്ട്സ്. ഇവിടെ തിരക്കുണ്ടായിരുന്നാലും കിട്ടിയിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ പിസയാണ് ഓർഡർ ചെയ്തത് ഫ്രണ്ട്സ്. അപ്പോൾ 10 to 15 minutes എടുക്കുമെന്ന് പറഞ്ഞു ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഫ്രണ്ട്സ്. അതാണ് ബില്ല് ടു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ക്ലാസിക് പിസയാണ് ഓർഡർ ചെയ്തത്. കാരണം ഇഷ്ടമാണെന്നില്ലല്ലോ. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. അമ്മയച്ഛൻ ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാണെന്നില്ലല്ലോ. പക്ഷേ എനിക്കും അച്ഛൻ നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. ഇത് കുറേ നാളിന് ശേഷം കഴിച്ചു. അപ്പോൾ വീണ്ടും ഇഷ്ടമായി. അച്ഛനും നല്ലപോലെ ഇഷ്ടമായി. അമ്മയ്ക്ക് കുഴപ്പമില്ല. ആവറേജ് പോലെ ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സ്. ആവറേജ് ആണ്. എന്നാലും നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ
ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ എന്താ പറയുക നല്ല ശക്തിയൊക്കെ കിട്ടി ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അവിടെ ലിഫ്റ്റ് ഞാൻ പറഞ്ഞു ലിഫ്റ്റിൻ്റെ അടുത്ത് സ്ഥലം ഉണ്ടെന്ന് ഇരിക്കാൻ. അപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ ഇരുന്നു. ഞാനമ്മയും കൂടി സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ഫാത്തിമ സൂപ്പർ മാർക്കറ്റാണ് ഉള്ളത്. അങ്ങനെയാണ് ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് കിട്ടി. ഞാൻ പറഞ്ഞു വൈറ്റ് അടിയിലാണ് ഫ്രണ്ട്സ്. അങ്ങനെ അവിടെ വന്നു ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്. ഫസ്റ്റ് ഞങ്ങൾ ട്രോളിയൊക്കെ എടുത്തു, സാധനങ്ങളൊക്കെ അവിടെ വെച്ചു, ഇതൊക്കെ ടോക്കണൊക്കെ കിട്ടി ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ബിസ്ക്കറ്റ് സെക്ഷനിലാണ് ആദ്യം എടുക്കുന്നത് ഫ്രണ്ട്സ്. അവിടെ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ഫ്രണ്ട്സ്. ബിസ്ക്കറ്റ് വീട്ടിലുണ്ടെന്നാലും ഇതിപ്പോൾ ഒരു ആഗ്രഹം ഫ്രണ്ട്സ്. എല്ലാം ബിസ്ക്കറ്റ് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. എന്താണ് കുറേ ടൈപ്പ് ബിസ്ക്കറ്റ് പുതിയ പുതിയ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ വെറൈറ്റി എടുക്കാമെന്ന് വെച്ചാൽ ആദ്യം ഓറോ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ വെച്ച് വേറെ എടുക്കാമെന്ന് ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഗോൾഡൻ ഓറി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓറിയാണ് ഫ്രണ്ട്സ് ഫ്ലേവർ. അത് എടുക്കാൻ അതുപോലെ തോന്നി ഫ്രണ്ട്സ്. അതല്ലായിരുന്നു പിന്നെ അടുത്ത് സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ട് കുട്ടികളുടെ. പിന്നെ ഞങ്ങൾ എടുത്തത് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് ഫ്രണ്ട്സ്. അതും സ്പ്രിങ്കിൾസാണ് ഫ്രണ്ട്സ്. സ്പ്രിങ്കിൾസ് വലുതുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല വിലയാണ്. അതെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറുതെടുത്തിട്ട് 59 രൂപയുടെ കുറേ നാൾ ആഗ്രഹിക്കുന്നു എടുക്കണമെന്ന്. പിന്നെ ഇവിടുന്നാണ് നമ്മുടെ ആവശ്യം വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതൊന്നും എടുത്തില്ല, ജസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ നമ്മൾ നോക്കാറുണ്ട് ഫ്രണ്ട്സ് എല്ലാ സാധനങ്ങൾ ഞാനെല്ലാം അങ്ങനെ അതുകൊണ്ടാണ് എല്ലാം ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു വീഡിയോ എടുക്കാറുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അത് ഒന്ന് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ട്രോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അവിടെ കുറേ നല്ല എല്ലാ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ്. ഇത് ചായപ്പൊടിയുടെ സെക്ഷനും പിന്നെ എന്താണ് എല്ലാം ന്യൂട്ടെല്ലാം പിന്നെ അങ്ങനത്തെ ജാമ് എല്ലാം തന്നെ ഉണ്ട് ഫ്രണ്ട്സ്. അവിടെ ഒന്നും എടുത്തില്ല ഫ്രണ്ട്സ്. അവിടെ നല്ല വിലയാണ്, അതൊന്നും എടുത്തില്ല. പിന്നെ അവിടെ മിഠായി കണ്ടു, അതും നല്ല വിലയാണ് ഫ്രണ്ട്സ്. വലിയ മിഠായി ചെറിയ മിഠായി എടുത്തു ഫ്രണ്ട്സ്, വലിയ മിഠായി ഒന്നും എടുത്തില്ല. പിന്നെന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാണ്ട് കിട്ടുമെന്ന് ഇവിടെ തന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ജസ്റ്റ് നോക്കണം ഫ്രണ്ട്സ്. അവിടെ ഇതുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ അവിടെ നിന്ന് ബിങ്ക് കൊടുത്തു ഫ്രണ്ട്സ്. അവിടെ കുറേ ലേസ് ഉണ്ട്, അതൊക്കെ 30-50 രൂപ എടുക്കണമെന്ന് കൊടുത്തില്ല. ജ്യൂസ് എടുത്തു, നൂഡിൽസ് എടുത്തു ഫ്രണ്ട്സ്, നൂഡിൽസ് പിന്നെ ബിങ്ക് കൊടുത്തു ഫ്രണ്ട്സ്. അങ്ങനെ അതെല്ലാം കൂടി വീണ്ടും എടുക്കണം. പിന്നെ പാത്രം സ്റ്റീൽ പാത്രങ്ങളുടെ സെക്ഷൻ അടിപൊളിയായിട്ട് സെക്ഷനാണ് ഫ്രണ്ട്സ്. നല്ല രസം കുറേ സാധനം കിട്ടും ഫ്രണ്ട്സ്. അങ്ങനെയുള്ള സെക്ഷൻ അങ്ങനെ എന്താ പാത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ എല്ലാം സ്റ്റീൽ സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ്. ഗ്ലാസും പാത്രങ്ങളും അരിപ്പയും സ്പൂണൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ എന്താണ് കുറേ സ്ക്രബറൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. കാണുമ്പോൾ നല്ല സന്തോഷമായിട്ട് ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായതുകൊണ്ട്. അപ്പോൾ എന്താണ് ഞാനൊന്നും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നല്ല രസമുണ്ട് കാണാതെ. കുട്ടികൾ ബ്രേക്കിന് സ്കൂളിൽ കൊണ്ടുപോകണതൊക്കെ ഞാനും കൊണ്ടുപോയിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല അടിപൊളിയാണത്. കുഞ്ഞു കുഞ്ഞിനെ കാണാൻ നല്ല രസമാണ് ഫ്രണ്ട്സ്. പിന്നെ പ്ലേറ്റൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. കുറേ എല്ലാം ചെയ്യണം ഫ്രണ്ട്സ്. അവിടെ വിലയാണ് ഇപ്പോൾ കിളിപ്പോയി ഫ്രണ്ട്സ്. നല്ല വിലയാണ് ഫ്രണ്ട്സ്. എന്നാലും ഇത് കണ്ട് നല്ല രസമുണ്ട്. ജസ്റ്റ് എല്ലാം നോക്കാതെ നമുക്ക് നോക്കി വെക്കാം. പിന്നെ പൈസ കിട്ടുമ്പം പിന്നെ വാങ്ങിക്കാം. പിന്നെ എടുക്കുക അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കി വെച്ചെന്നുള്ളൂ. അങ്ങനെയാണ് എന്നോട് നോക്കി വെക്കാൻ. പിന്നെ എന്താണ് പാത്രങ്ങളും പിന്നെ മറ്റേ അരിപ്പൊക്കെ അവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലാതെ ഫ്രണ്ട്സ് വീട്ടിലുള്ളത് തന്നെയാണ്. പ്ലേറ്റൊക്കെ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഓൾറെഡി. എന്നാലും സ്റ്റീലായതുകൊണ്ട് ജസ്റ്റ് നോക്കണം കിട്ടുക. അപ്പോൾ എന്താണ് അതൊക്കെ നോക്കാണ്ട് ഫ്രണ്ട്സ്. അമ്മ അങ്ങോട്ട് വരുന്നതാണ് നോക്കാണ്, ഞാനും നോക്കാണ്ട് അമ്മക്ക് ഹെൽപ്പ് ചെയ്യാണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ ചവിട്ടിയുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങൾ ചവിട്ടി എടുക്കുന്ന പ്ലാനുണ്ട്. ചവിട്ടിയും പിന്നെ എന്താണ് ടൗലൊക്കെ എടുക്കണമെന്ന് പ്ലാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് ചവിട്ടി അവിടെ ചവിട്ടി നല്ല അത്യാവശ്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ചവിട്ടി എടുക്കുന്ന കാര്യങ്ങൾ നോക്കാണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് കുറേ ചപ്പാത്തി പരത്തുന്നതും കോലും അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എന്താണ് അതൊന്നും മനസ്സിലായി, ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ ഫ്രണ്ട്സ്. സ്പൂണും നല്ല കുഞ്ഞു കുഞ്ഞു സ്പൂൺ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ എന്താണ് ഇത് അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ്. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ. അത് എന്താണ് എന്തോ സ്പൂൺ ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഞങ്ങൾ വേറെ ഒന്നും എടുത്തില്ല പ്രത്യേകിച്ച്. പിന്നെ ചവിട്ടിയെടുക്കുന്ന കാര്യങ്ങൾ പിന്നെ വേറെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. പിന്നെ പാൻ ഉണ്ടായിരുന്നു, പിന്നെ പ്ലേറ്റ്സ് കുറേ പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ സോപ്പും പെട്ടി എടുത്തിട്ടു ഫ്രണ്ട്സ്. അങ്ങനെ സോപ്പും പെട്ടി നല്ല ആവശ്യമായിരുന്നു ഫ്രണ്ട്സ്. കാരണം സോപ്പ് വയ്ക്കാനുള്ളത് നല്ല ആവശ്യമാണ്. പെട്ടെന്ന് ഞങ്ങൾ അത് എടുത്തിട്ടു ഫ്രണ്ട്സ്. പിന്നെ സ്ക്രബ്ബർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. സ്ക്രബ്ബർ പിന്നെ ഒരെണ്ണം എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ പിങ്കാണ് എടുത്തത് ഫ്രണ്ട്സ്. അതിന് തൊട്ടടുത്ത് ഒരു പിങ്ക് കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതിനായിട്ട് ഏറ്റവും വില കുറവ് എന്താണ് പിങ്ക് ആയിരുന്നു ഫ്രണ്ട്സ്. പിങ്ക് കുറച്ച് നല്ലതല്ലായിരുന്നു. പിങ്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ്. എന്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ ഞാൻ ആദ്യം വേറെ എടുത്തു ബ്ലൂ എടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിങ്ക് കുറച്ചുകൂടി വില കുറവാണ് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഓക്കെ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ പച്ചയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് പിന്നെ പിങ്ക് ആണ് കുറച്ചുകൂടി നല്ലത്. അമ്മ നോക്കുന്നുണ്ട്, വായിച്ച് നോക്കേണ്ടത് എന്താണെന്ന്. പിന്നെ ഞങ്ങൾ ടൗൽ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. എന്താണ് ടൗൽ നല്ല അത്യാവശ്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പാനയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ചന്ദനത്തിരി പാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് സോപ്പും പൊടിയൊക്കെ നോക്കി റെഡി ആയിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ സോപ്പും പൊടിയും അതൊക്കെ കാര്യങ്ങളൊക്കെ സ്ക്രബ്ബറിൻ്റെ കാര്യവും റെഡി ആയിട്ട് ഫ്രണ്ട്സ്.
അപ്പോൾ വേറെ കുറേ സൂപ്പർ പൊടി, അപ്പോൾ ഞങ്ങൾ അതൊന്നും ജസ്റ്റ് നോക്കാനുണ്ട് ഫ്രണ്ട്സ്. എല്ലാം എടുത്തത് തന്നെയാണ്, ജസ്റ്റ് അത് നോക്കിയെന്നുള്ളൂ. അത് നല്ല ഭംഗിയുണ്ട് തോന്നിയിട്ട് ഫ്രണ്ട്സ്. പിന്നെ സ്ക്രബ്ബർ ഞാൻ പറഞ്ഞ പോലെ അതെടുത്തു. അപ്പോൾ മറ്റേതിൻ്റെ വില കൂടി നോക്കാനുണ്ട് ഫ്രണ്ട്സ്. അതിൻ്റെ അടിയിൽ വേറെ എന്തൊക്കെയുണ്ടോ ഫ്രണ്ട്സ്, അതും നോക്കാനുണ്ട് ഫ്രണ്ട്സ് എന്താണെന്ന്. അതും സ്ക്രബ്ബർ തന്നെയാണ്. അപ്പോൾ വേറെ പിന്നെ എന്താണ് തറ തുടയ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സ്. തുടയ്ക്കുന്ന മോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കിയതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പിങ്ക് എടുത്തു. അപ്പോൾ വേറെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് കളേഴ്സ്, ബ്ലൂ ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെ അപ്പോൾ അതെടുത്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ഗ്രീന് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ മാറ്റിയത് ബ്ലൂ പിങ്ക് നല്ലതെന്ന് പറഞ്ഞ് വില അതെടുത്ത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പിങ്ക് കാണാൻ. അപ്പോൾ അതെടുത്തു. അങ്ങനെ ഇതൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് മുന്നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. എന്താണ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോകുന്നുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങൾ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാനിത് തന്നെയല്ലേ കാണിച്ചത് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് അടുത്തത് പിന്നെ ടൗൽ എടുക്കാമെന്ന് വെച്ചു ഫ്രണ്ട്സ്. ബ്രേക്ക് ടൈം ടൗലാണ്, നല്ല അത്യാവശ്യമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ സ്കൂളിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചവിട്ടിയും ഞാൻ പറഞ്ഞു ചവിട്ടി എടുത്തു. പിന്നെ എന്താണ് 2-3 സാധനം എടുത്തു. പിന്നെ ചന്ദനത്തിരി, പെൻസിൽ സാധനങ്ങളൊക്കെ എടുത്തു. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബില്ല് അതിനെ സപ്പോർട്ടായി ഫോളോ ചെയ്യാം. അപ്പോൾ എന്താണ് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തു, കാര്യങ്ങളൊക്കെ റെഡിയായി ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് സെറ്റായി. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് പോകുന്നത് ഫ്രണ്ട്സ്. രാത്രിയായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം നമ്മൾ കഴിച്ചു. എന്താണ് ഫുഡും കഴിച്ചു. ഭയങ്കര വീഡിയോ ഇഷ്ടമായിരുന്നു. താങ്ക് യു.